പോക്കിമോൺ എക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ വില്ലേജ് സിറ്റി ജിം ലീഡർ ഗ്രാൻഡിനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. നമ്മൾ സെക്കൻഡ് ജിം ലീഡറാണ്. ഓക്കെ, സോ ആ എപ്പിസോഡ് കാണാത്തത് അത് കണ്ടിട്ട് ശേഷം ബാക്കി കാണുക. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി കഴിഞ്ഞ മുന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു മെഗാസ്റ്റോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിനായിട്ടില്ല, ഏതോ ടാക്റ്റിലേക്ക്. അതായത് നമ്മൾ ആ ഒരു ഗ്ലിറ്ററിങ് കേവ് വഴി നമ്മൾ ഫോസിലിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ പോയപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് നമുക്ക് ജോ ഫോസിൽ നിന്നു. എന്നിട്ട് അത് ചെന്നിട്ട് നമ്മൾ ഈ ഫോസിൽ ലാബിൽ കൊടുത്തപ്പോൾ നമുക്ക് ടൈറഞ്ചിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ ഉള്ള ഒരാൾ നമുക്ക് ഏതോ ടാക്റ്റിലേറ്റ് തന്നു. സോ ഏതോ ടാക്റ്റിലേറ്റ് എന്ന് പറയുന്നത് ഏതോ ടാക്റ്റിൽ എന്ന് പറഞ്ഞ ഒരു പോക്കിമോൺ ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത് ഒന്നുകൂടി പറയാണ്. ഓക്കെ, സോ ആ ഒരു പോക്കിമോണിന്റെ മെഗാ എവല്യൂഷൻ സ്റ്റോൺ ആണ്. പക്ഷെ ആ പോക്കിമോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾഡ് ആംബർ എന്നുള്ള ഒരു സാധനമുണ്ട്. ആ ഒരു ഓൾഡ് ആംബർ ആക്ച്വലി ഏതോ ടാക്റ്റിൽ എന്ന ആ ഒരു പോക്കിമോണിന്റെ ഫോസിലാണ്. ഓക്കെ, സോ ഈ ഒരു ഓൾഡ് ആംബർ എനിക്ക് 6 കിട്ടിയിട്ടുണ്ട്. പക്ഷെ 6 ഒന്നും ആവശ്യമില്ല, എനിക്ക് 1 മതി. ഞാൻ വേറെ ഏതെങ്കിലും ഫോസിൽ ഓൾഡ് ആംബർ അല്ലാതെ വേറെ ഏതെങ്കിലും പോക്കിമോണിന്റെ ഫോസിൽ കിട്ടുമെന്ന് അന്വേഷിച്ച് അവസാനം എനിക്ക് ഒന്നും കിട്ടിയില്ല. ഓൾഡ് ആംബർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇതിൽ ഈ ഗെയിമിൽ അല്ലാതെയും കുറേ ഫോസിൽസ് ഉണ്ട്. റൂം ഫോസിൽ, ഹെലിക്സ് ഫോസിൽ, അങ്ങനെ കുറേ ഫോസിൽ കിട്ടുമെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ എനിക്കെന്തോ ഓൾഡ് ആംബർ അല്ലാതെ വേറെ ഒന്നും എനിക്ക് കിട്ടിയില്ല ഗ്ലിറ്ററിങ് കേവില്. അപ്പം ഞാൻ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ പോക്കിമോൺ ലീഗ് ഉണ്ടല്ലോ, അതായത് എല്ലാ പോക്കിമോൺ ഗെയിംസിലും പോക്കിമോൺ ലീഗ് ഉണ്ടാവും. അപ്പം ഈ ഇതിൻ്റെ കാലോസ് ലീഗ്, ഓക്കെ, കാലോസ് റീജിയൻ ആണല്ലോ. അപ്പോൾ കാലോസ് ലീഗ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഫോഴ്സസ് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് നമ്മൾ ചാമ്പ്യനെ ഡിഫീറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ചാമ്പ്യനായിട്ട് വാങ്ങണം. ഓക്കെ, സോ അതുവരെ നമുക്ക് വേറെ ഒരു ഫോഴ്സിൽ നമുക്ക് കിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഫോഴ്സ് ലാബിലോട്ട് പോവാം. ഈ ഒരു റിസർച്ചാണ് നമ്മൾ ആക്ച്വലി ഗ്ലിറ്ററിങ് വെച്ചിട്ട് നമ്മൾ കണ്ടത്. സോ യെസ്, നമ്മളുടെ ഓൾഡ് ആംബർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് സൈഡിൽ വേറെ ഓപ്ഷൻസ് കാണിക്കുമായിരുന്നില്ലേ. ഓക്കെ, ഇതേപോലെ നമുക്ക് ജോഫോസിൽ നിന്ന് നമുക്ക് ടൈലറിനെ കിട്ടിയത്. ഓക്കെ, സോ ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം. യെസ്, ഏതോ ടാക്ടി. സോ ഈ ഒരു ഏതോ ടാക്റ്റിൽ നിന്ന് പോക്കിമോൺ എന്ന് പറയുന്നത് റോക്ക് ആൻഡ് ഫ്ലൈയിങ് ടൈപ്പ് പോക്കിമോൺ ആണ്. ഓക്കെ, സോ ഇതിൻ്റെ മെഗാ എവല്യൂഷൻ സ്റ്റോണാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നിക്നെയിം കൊടുക്കാം, ഹാഗറോമോ. ഗൈസ്, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എത്ര പേരാണ് നരൂട്ടോ ഫാൻസ്, നരൂട്ടോ ഷിപ്പുഡൻ, പിന്നെ നരൂട്ടോ സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണം. സോ അതിലൊരു ക്യാരക്ടറിൻ്റെ പേരാണ് ഈ ഒരു ഹാഗറോമോ എന്ന് പറയുന്നത്. സോ ആ ഒരു നിയമമാണ് ഞാൻ ഏതോ ടാറ്റിൽ വെച്ചത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ ജേർണി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഏതോ ടാറ്റിൽ എൻ്റെ പെർമനൻറ്റ് ടീമിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം എന്തായാലും ഞാൻ ഏതോ ടാറ്റിൽ എൻ്റെ ടീമിൽ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ പെർമനൻറ്റ് ലൈനപ്പിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വില്ലേജ് സിറ്റിയിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സിറ്റിയിലോട്ട് നമുക്ക് പോകണം. ഓക്കെ, വില്ലേജ് സിറ്റിയിൽ നമ്മൾ ജിം ലീഡറിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തതാണ്. ഓക്കെ,
ലാസ്റ്റ് എപ്പിസോഡ് അതായിരുന്നു. മേലോട്ട് പോകാൻ പറ്റുമോ? മേലോട്ട് പോകാൻ പറ്റില്ല, അത് താഴോട്ട് വഴിയാണ്. ഓക്കെ, ഇനി എങ്ങോട്ടാ പോകേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് എന്തായാലും ആ ഒരു സൂപ്പർ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഏത് വഴിയാണെന്ന് അറിയില്ലല്ലോ. അടുത്ത ടൗണിലോട്ട് പോകണം. ടൗണിനെ എടുത്ത് നോക്കേണ്ടി വരുമോ? ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ. യെസ്, റൂട്ട് 10. ഓക്കെ, സോ ഇതുവഴിയാണ് നമുക്ക് അടുത്തത് പോയിന്റ്. ഇവിടെ കുറേ ട്രെയിൻ ബാറ്റിലുണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം, കാരണം ഞാൻ എന്തായാലും തിരിച്ചു വന്നിട്ട് ഇവരൊക്കെ ഞാൻ ഡിഫീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ട്രെയിൻ ബാറ്റിലൊക്കെ കാണിച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇത് ടീം ഫ്ലേവർ അല്ലേ? ടീം ഫ്ലേവറിന്റെ ഒരാളല്ലേ? ഓക്കെ, ഇനി ഇവിടെ എന്താ പണി? ആ ഓക്കെ, ഗ്ലിറ്ററിംഗ് ഗെലിച്ച് ഇവരെ നമ്മൾ മറ്റേ ഇവര് ആ ഫോക്സിൽ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവരെ നമ്മൾ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, എന്തൊക്കെയാ ഞാൻ പറയുന്നത്? ഓ, അതായത് ഗ്ലിറ്ററിംഗ് ഗെല് വെച്ചിട്ട് ടീം ഷെയറിൽ നമ്മൾ സലീനയായിട്ട് ടീം അപ്പ് ചെയ്തിട്ട് ഇവര് ഫോഴ്സിൽ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ ഡിഫീറ്റ് ചെയ്തല്ലോ. അപ്പൊ അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ നടന്നത് തന്നെ. ഓക്കെ, ഹോണ്ടോ നമുക്ക് ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് ആണ്, കാരണം നമ്മുടെ ഗോസ്റ്റ് ടൈപ്പ് ആണല്ലോ. അത് ഡാർക്ക് ടൈപ്പാണ്, ഡാർക്ക് ആൻഡ് ഫയർ ടൈപ്പാണ് ഹോണ്ടോ. എന്തായാലും ബക്ക് ടൈപ്പ് യൂസ് ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ഓക്കെ, ക്രിട്ടിക്കൽ ഹിറ്റ്, പക്ഷെ സൂപ്പർ എഫക്റ്റീവ് അല്ല. ബക്ക് ടൈപ്പ് ശരിക്കും സൂപ്പർ എഫക്റ്റീവ് ആകേണ്ടതാണല്ലോ. ഓ, അവൻ ബൈക്ക്. ഓക്കെ, സാരില്ല, എനിക്ക് അത്രയും കുറഞ്ഞില്ല. നമുക്ക് ഒന്നുകൂടി ഫ്യൂരി കട്ട് യൂസ് ചെയ്ത് നോക്കാം. യെസ്, അത്രയേ ഉള്ളൂ. 1 ഡൗൺ. അടുത്തത് പോരട്ടെ, ഗോൾ ബാറ്റ്. നമുക്ക് എന്തായാലും ഫ്യൂരി കട്ട് യൂസ് ചെയ്ത് നോക്കാം. അത് നമുക്ക് സൂപ്പർ എഫക്റ്റീവ് ആണ്, കാരണം അത് പോസിറ്റീവ് മോണല്ലോ അസ്റ്റോണിഷ്. എന്തായാലും ഫ്യൂരി യൂസ് കുറയുന്നില്ലല്ലോ, നോട്ട് വെരി എഫക്റ്റീവ്. ഓക്കെ, നമുക്ക് അപ്പോൾ എലിലീസ് തന്നെ യൂസ് ചെയ്ത് നോക്കാം. വീണ്ടും അസ്റ്റോണിഷ് യൂസ് ചെയ്യും, നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അത്രയും കുറയുന്നില്ല. നമ്മുടെ ഒരു ഇലക്ട്രിക് ടൈപ്പ് മൂവ് ഇല്ലാത്തത്, ഇലക്ട്രിക് ടൈപ്പ് പോക്കിമോൺ ഇല്ലെങ്കിൽ പോലും ഒരു തണ്ടർ ബോൾട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ഷോക്ക് വേവോ അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക് ടൈപ്പ് മൂവ്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഫ്ലൈ ടൈപ്പിന് സൂപ്പർ എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ, അത്രയും കുറച്ച്. ഓക്കെ, നമുക്കൊന്നുകൂടി ഷാഡോ സ്നീക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓ, ഇങ്ങനെ വിഷോട്ടെ. ഓക്കെ, ഇപ്പൊ രണ്ടുപേർക്കും HP കുറവായിട്ടുണ്ട്. ഓക്കെ, അവന് HP കുറവാണ്, നമുക്കും HP കുറവാണ്. സോ യെസ്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇവന്മാര് വിചാരിച്ച ഒന്നും നടക്കില്ല. ആരോടാ കളി? റിവെഞ്ചിലെടുക്കാൻ വന്നേക്കണം, മാറി നിൽക്കാൻ അങ്ങോട്ട്. അവനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവനെങ്ങനെ ഡിഫീറ്റ് ആയിരുന്നു. ഓക്കെ, എന്താണ് അവന് എന്ത് വേണം? നിനക്കൊന്നും മതിയായില്ലേ ഉമ്മക്ക്? ഓക്കെ, എന്തൊക്കെയാ വന്നിട്ടാവും പോയി, പിച്ചും പെയും വന്നിട്ട് പോയി. ഓക്കെ, നമുക്ക് എന്തായാലും
നമ്മുടെ വാൾത്തേക്ക് ലെവൽ HP കുറവാണ്. നമുക്ക് എന്തായാലും സൂപ്പർ പോഷൻ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഇനി അടുത്ത ടൗണിലോട്ട് പോകണം. നമ്മുടെ കുറേ ട്രെയിനേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ യുവമാർക്ക് ഇവിടെ എന്താ പണി? ഒരാളിപ്പം ഞാൻ ഡിഫീറ്റ് ചെയ്തു. ഇപ്പം രണ്ടാമത്തെ ആള്. ഇലക്ട്രിക്. ഓക്കെ ഇത് ഇലക്ട്രിക് ടൈപ്പ് പോക്കമാണ്. ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഷാഡോ സ്നീക്ക് തന്നെ കൊടുക്കാം. പകുതി ലൈഫ്. ഓക്കെ നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല, കാരണം നമ്മൾ ഗോസ്റ്റിനെ സ്ലീറ്റ് പാരലിസ്റ്റ് ആക്കി കളഞ്ഞ്. എൻ്റെ ദൈവമേ. ഓക്കെ നമുക്ക് ഒന്നുകൂടി ഷാഡോ സ്നീക്ക് യൂസ് ചെയ്ത് നോക്കാം. ഓ അവൻ 1 HP രക്ഷോട്ടാണ്. 1 HP. ഒന്നുകൂടി നമുക്ക് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പേഴ്സണൽ യൂസ് ചെയ്ത് നോക്കാം. ഇതെന്താണിത്? ഓക്കെ യെസ് 1 ഡൗൺ. broken. Actually poison and fighting type ആണ്. സോ ഫ്ലൈങ് ടൈപ്പ് മോൺസ് സൂപ്പർ എഫക്റ്റീവ് ആയിരിക്കും, പക്ഷേ ചിലപ്പോൾ 1 HP രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് പെർസ്യൂട്ട് കൊടുക്കാം. ഓക്കെ അത് സ്ട്രാറ്റജിയാണ് കേട്ടോ. നേരത്തെ എൽത്തേക്ക് 1 HP രക്ഷപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഓ മൈ ഗോഡ് യെസ് സൂപ്പർ എഫക്റ്റ് കണ്ടില്ല. നമ്മൾ ആദ്യം പെർസ്യൂട്ട് യൂസ് ചെയ്തു, അപ്പോൾ കുറച്ച് ലൈഫ് പോയി. പിന്നെ നമ്മൾ സൂപ്പർ എഫക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഫുൾ ലൈഫും പോയി. അതാണ് സ്ട്രാറ്റജി. നമ്മുടെ ലൂഷ്യസ് ലെവൽ 29 ആയി, വാൾത്തേക്ക് ലെവൽ 25 ആയി. കഴിഞ്ഞില്ലേ? എൻ്റെ സൂക്കിയുടെ മാറിയില്ലേ? ആരോടെ വിളിക്കണം? അതൊക്കെ ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ്, ബാറ്റിൽ സ്ട്രാറ്റജി. ഇത് ഇവിടെ പിന്നെയും ടീം ഫ്ലെയർ ഉണ്ടല്ലോ. ഇവന്മാർ ഇവിടെ ഫുൾ ഈ ഏരിയ മൊത്തം ഇവന്മാർ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ നമുക്കതൊന്നും ഒരു വിഷയമില്ല. ഇത് പോയിസൺ ടൈപ്പ് ആയിരിക്കുമോ? പോയിസൺ അത് ഗ്രാസ് ടൈപ്പ് ആണെന്ന് അറിയില്ല. അതിൻ്റെ പകുതി ലൈഫ് കണ്ടു, ക്രിറ്റിക്കൽ ഹിറ്റ്. ഓക്കെ ഒന്നുകൂടി നമുക്ക് ഏരിയലൈസ് യൂസ് ചെയ്ത് നോക്കാം. ഈ ലൈഫ് HP ഉണ്ടല്ലോ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. എൻകോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത മൂവ് തന്നെ വീണ്ടും വീണ്ടും സെയിം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ്
ആ ഒരു മൂവിൻ്റെ പ്രത്യേകത. അതിൽ ആകെ ഒരു പൊക്കിമോണേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് അതിൻ്റെ സീക്വൽ. ഓക്കെ, ഇതേപോലെ എല്ലാവരെയും നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ അമ്മമാരൊക്കെ. അമ്മമാർക്ക് എന്താണ് വലിയ ആൾക്കാരാണോ വിചാരം? സോ ഗൈസ്, നമ്മളങ്ങനെ ജിയോസെഞ്ച് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ പോക്കിമോൺസിനൊക്കെ ഹീൽ ചെയ്യണം. ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടത്? ഈ ടൗണിൽ ദേ ടീം ഫ്ലേവർ. യുവാക്ക് ഇവിടെ എന്താ പരിപാടി? എനിക്ക് മനസ്സിലാവുന്നില്ല. ജിയോസെൻ ടൗൺ ഇസ് ദി ടൗൺ ഓഫ് സ്റ്റോൺസ്. ഓക്കെ, ശരിയാ. ഇവിടെ കുറേ വ്യത്യസ്ത രീതിയിൽ കല്ലുകൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, വരുന്ന വഴിക്കൊക്കെ കുത്തനെ പാവക്കല്ലൊക്കെ നിന്നത് കണ്ടില്ലേ. സോ അതാണ് അവർ പറഞ്ഞിട്ട് പോയത്. ഓക്കെ, ഇവിടെ പോകാൻ വഴിയില്ല. ആ ടീം ഫ്ലാഷ് ശരിക്കും അങ്ങോട്ടല്ലേ പോയത്? നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എങ്ങോട്ടാണ് പോയത്? ലെഫ്റ്റിലോട്ടാണല്ലോ പോയത്, ലെഫ്റ്റ് സൈഡിൽ. നമുക്ക് ലെഫ്റ്റ് സൈഡ് പോയി നോക്കാം, അവിടെ എന്തെങ്കിലും ക്ലൂ കിട്ടും നമുക്ക്. ഈ വഴി പോയി നോക്കാം നമുക്ക്. ഈ കല്ലൊക്കെ ഈ സ്റ്റോൺ വെച്ചിട്ട് അവരെന്തോ പണി ഒപ്പിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാം. സലീന. ഓക്കെ, അതെ, അത് എനിക്ക് അമ്മമാരെ കുറിച്ച് സംശയമുണ്ട്. അമ്മക്ക് ഇവിടെ എന്താ പരിപാടി എന്നറിയില്ല. ആ ടീം ഫ്ലൈറ്റ് കണ്ട് ആ വഴിയാണ് പോയത്. ഇവിടെ മൊത്തം അടച്ചിട്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ അവളുടെ ഹൈഡൗട്ടായിരിക്കും അവിടെ. പക്ഷെ അവിടെ വാതിലൊന്നും കാണുന്നില്ല, മൊത്തം കല്ലുകളാണ്. അപ്പോൾ അമ്മക്ക് ഇവിടെ എന്തോ പരിപാടിയുണ്ട്. അമ്മക്ക് എന്തോ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യമായിരിക്കില്ല, എന്തെങ്കിലും പണി ഒപ്പിക്കാനായിരിക്കും. നമുക്ക് എന്തായാലും നേരത്തെ ഒരു വഴി ഉണ്ടായിരുന്നില്ലേ റൈറ്റ് സൈഡിൽ, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ നേരത്തെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ആരും ഇല്ല അവിടെ. ലുക്കായി വാട്ട് ആർ യു ഡൂയിങ്? ഓക്കെ, ഓ ഓക്കെ ഓക്കെ, മറ്റേ നമ്മൾ നേരത്തെ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടതിൽ നേരത്തെ നമുക്ക് ഒരു ലുക്കായി നമ്മളെ അടുത്ത് നിന്നിട്ട് എന്താണ് നമ്മളെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ, അതേ പുള്ളിക്കാരിയ. ഓ, ബാറ്റിൽ. ഓക്കെ, ലീഡർ കൊലീന ജിമ്മിയുടെ ആയിരിക്കും, സംശയം ഇല്ലാതില്ല. ഓക്കെ, അവളുടെ 2 ലുക്കാളിയുണ്ട്. അപ്പോൾ അതിൽ ഏതാണ്? അതിൽ ഒരു ലുക്കാളിക്ക് നമ്മളെ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡിൽ നിങ്ങൾ കണ്ടവർക്കറിയാം. ഓക്കെ, സോ നമ്മളെ ശരിക്കും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്റിൽ. അപ്പം അത് വെച്ചിട്ട് അവൾക്ക് തീരുമാനിക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഏരിയലീസ് യൂസ് ചെയ്ത് നോക്കാം. സൂപ്പർ എഫക്റ്റീവ് ആണ്. ഫ്ലൈയിങ് ടൈപ്പ് മൂവ് സൂപ്പർ എഫക്റ്റീവ് ആണല്ലോ ഫൈറ്റിംഗ് ടൈപ്പിന്. ഷാഡോസിനൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഫൈറ്റിംഗ് ടൈപ്പ് അല്ലേ ലുക്കാവി? അപ്പോൾ ഫൈറ്റിംഗ് ടൈപ്പിന് ഫ്ലൈയിങ് ടൈപ്പ് സൂപ്പർ എഫക്റ്റീവ് ആകുന്നതാണ്. പക്ഷേ ഒരു ഏരിയലീസ് യൂസ് ചെയ്ത് അത്രയും ലൈഫ് കുറഞ്ഞില്ല. എന്തോ പക്ഷെ നമുക്കാണ് ഇവിടെ അഡ്വാൻറ്റേജ്. കാരണം എന്താണെന്ന് അറിയാം, ബോസ് ടൈപ്പിന് ഫൈറ്റിംഗ് ടൈപ്പ് മൂവ്സ് ഒന്നും എഫക്റ്റീവ് അല്ല.
അതാണ് ആ ലുക്കാവിയും മെറ്റീരിയൽസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗോസ്റ്റ് ടൈപ്പിൻ്റെ ഫൈറ്റിംഗ് ടൈപ്പ് കുറച്ച് നോട്ട് എത്രയാണ് എഫക്റ്റീവ് ആണ്, അതായത് എഫക്റ്റ് അല്ല, ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് ഷാഡോ സ്നേക്ക് തന്നെ യൂസ് ചെയ്യാം. അതായത് ഏരിയസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കാര്യമായിട്ട് ലൈഫ് പോകുന്നില്ല. സോ എത്ര പേർക്ക് ലുക്കാവിയെന്ന് ഇഷ്ടമാണെന്ന് ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് കണ്ടു വരും. ഓക്കെ, ജസ്റ്റ് എനിക്കൊന്ന് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, 1 ഡൗൺ. ഇത് ഓൾറെഡി 2 ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ അടുത്ത ലുക്കാവി പോരത്തെ നമുക്ക് ഷാഡോ സ്നേക്ക് തന്നെ കീപ്പ് ചെയ്യാം, ഇതായിരിക്കും നല്ലത്. എന്താ ഓക്കെ, സാധനം ഒന്നുകൂടി യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ മുന്നിൽ വേറെ ഏതെങ്കിലും പോക്കിമോൺ ഇറക്കിയാലേ ഇവരെ അറിയും. കാരണം ഇത് ഭയങ്കര എന്താണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എന്താണ് ഫൈറ്റിൻ്റെ പോക്കിമോണാണ്. ഓക്കെ, ഇത് വീക്ക്നെസ് ഉണ്ടെങ്കിൽ പോലും എന്താണ് നല്ലൊരു ബെസ്റ്റ് അറ്റാക്കറാണ്. ഇതിൻ്റെ മൂവ്സിന് എന്താണ് എന്ത് പവർഫുൾ മൂവ്സൊക്കെ ഉണ്ട്. ഓക്കെ, സോ ജനറേഷൻ 4 തോന്നുന്നത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു മൂവ് കൂടി യൂസ് ചെയ്ത് നോക്കാം. യെസ്, അങ്ങനെ 2 ലുക്കാവിയും തോന്നുന്നു. നമ്മൾ ആക്ച്വലി നമുക്കൊരു ടെസ്റ്റ് പോലെയാണ്, നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ തോന്നുന്നത് എനിക്ക്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അവൾക്ക് തീരുമാനിക്കാം ഏത് ലുക്കാവയാണ് എന്നോട് കൂടുതൽ ഇഷ്ടം. ഓക്കെ, അതായത് അവളുടെ 2 ലുക്കാവിയുണ്ട്, അതിൽ ഒരു ലുക്കാവിക്ക് നമ്മൾ ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ബാറ്റിൽ ചെയ്തിട്ട് എന്താണ് നമ്മുടെ സ്കിൽസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാൻ സംശയിച്ചത് വെറുതെ ഇല്ല, ഇത് ജിം ലീഡർ തന്നെയാണ്. അത് ഷാളോ സിറ്റിയിലെ ജിം ലീഡറാണ് കൊറീന. അവളുടെ പേര് കൊറീനയാണ്. ഓക്കെ, സോ ഷാളോ സിറ്റിയിൽ എത്തുമ്പോൾ എന്താണ് എന്തായാലും ജിം ലീഡറിനെ ചലഞ്ച് ചെയ്യേണ്ടി വരും. സോ അതാണ് അവിടെ പോകുമ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു ട്രെയിനിൽ പറ്റില്ല, ഞാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കൊരു ഹോളോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആരാണ്? ഓ, പ്രൊഫസർ. അതെ, ഐ വാണ്ട് ടു ടെൽ യു എ പേഴ്സൺ. അതായത് പ്രൊഫസർ പറഞ്ഞത് ഷാളോ സിറ്റിയിൽ എത്തുമ്പോൾ, അതായത് അടുത്ത സിറ്റിയുടെ പേര് ഷാളോ സിറ്റി, ജിയോസിഞ്ച് ടൗണിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, സോ അവിടെ ആ ഒരു സിറ്റിയിൽ എത്തുമ്പോൾ മെഗാ എവല്യൂഷനെ കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ട്. അയാളുടെ പേര് മെഗാ എവല്യൂഷൻ ഗുരു എന്നാണ്. അത് അയാളുടെ ഒറിജിനൽ പേരാണെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു ഗെയിമിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഗാ എവല്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കാനും, മെഗാ എവല്യൂഷൻ പോക്കിമോൻ്റെ മെഗാ എവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ഗെയിമിലാണ്, ഈ ഒരു 6th ജനറേഷനിലാണ്. ഓക്കെ,
അത് പോക്കുമന്ത് ജനറേഷൻ 1 തൊട്ട് 9 വരെ ഉണ്ട്. അതിൽ 6th ജനറേഷനാണ് ഈ ഒരു ഗെയിം. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു റീജിയനിലാണ് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലാണ് മെഗാവല്യൂഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിനെക്കുറിച്ച് പഠിക്കുകയും അതെങ്ങനെ ട്രെയിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും, മെഗാവല്യൂഷൻ എന്താണ്, അതെങ്ങനെ ട്രെയിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചാണ് പ്രൊഫസറും പഠിക്കുന്നത്. ആൻഡ് സോ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെഗാവല്യൂഷൻ ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ഷോളോസിൽ. സോ പുള്ളിക്കാരനെ പോയി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വിളിച്ച് കണ്ടിന്യൂ ചെയ്യാം. സോ എല്ലാവർക്കും ബൈ ബൈ.